ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് ബൈസൈക്കിൾ തീവ്സ് ആണ്. ഇതൊരു ഫിൽമി ലേഖനമാണ് കേട്ടോ. ഫിൽമി ലേഖനം എന്ന് പറഞ്ഞാൽ സിനിമയെ ആസ്പദമാക്കി എഴുതുന്ന ലേഖനങ്ങൾ, അതാണ് ഫിൽമി ലേഖനം. ഇത് എഴുതിയിരിക്കുന്നതാണെങ്കിലോ വരുൺ ഗ്രോവറാണ്. നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾക്ക് ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊരു ഫിലിം ഉണ്ടായിരുന്നല്ലേ, ആസിഫ് അലിയുടെ. അതല്ല, ഇത് 1948 ഇറങ്ങിയ ബൈസൈക്കിൾ തീവ്സ്, ആ ഒരു ഫിലിമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലേഖനം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൽ പറയുന്നതെന്ന് വെച്ചാൽ പോസ്റ്റ് വേൾഡ് വാർ പീരീഡും വളരെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണത്. അപ്പോൾ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയാസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ മാത്രമേ ഇതിൽ സ്കെച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതെന്താണെന്ന് വായിച്ച് നോക്കാം. ഓക്കെ, വി വിൽ സ്റ്റാർട്ട് ദ സ്റ്റോറി. സീതി സി കഹാനി ഹെ, അതായത് ഒരു നോർമൽ ആയിട്ടുള്ളൊരു കഥയാണ്, സാധാരണ ഒരു കഥയാണ്. ദൂസരെ വിശ്വയുദ്ധ കെ ബാദ് കാ ഇറ്റലി ഹെ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയാണ് ഇവിടെ ഉള്ളത്. ഗരീബി ഓർ ഉദാസി ധൂപ് കി തര പൂരെ ദേശ് മേ ഛായി ഹുയി ഹെ, അതായത് പട്ടിണിയും വിഷമങ്ങളും മുഴുവൻ ദേശത്തിനെയും ബാധിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. റോം മേം രഹനെ വാലെ അന്റോണിയോക്ക് നോക്കറി ചാഹിയെ, അതായത് ഇറ്റലിയിൽ റോമിൽ താമസിക്കുന്ന അന്റോണിയോക്ക് ഒരു ജോലിയില്ല. അദ്ദേഹം തൻ്റെ ജോലിക്കായുള്ള തിരച്ചിലാണ്. ആ സമയം എന്ന് പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞ ഒരു സമയമാണ്. ആ സമയത്തൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ജോലിയൊന്നും കിട്ടാൻ തന്നെയില്ല. ലേക്കിൻ നോക്കറിയെ, അദ്ദേഹം അങ്ങനെ ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ലേക്കിൻ നോക്കറി ഏസി മിലി ഹെ ജിസ്കെ ലിയെ സൈക്കിൾ ഹോന ജരൂരി ഹെ, പക്ഷേ അദ്ദേഹത്തിന് അന്വേഷിച്ചൊരു ജോലി കിട്ടി. ആ ജോലിയുടെ ആകെയുള്ള നിബന്ധന എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കിൾ വളരെ അത്യാവശ്യമായിരുന്നു. നിങ്ങൾ ആ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അദ്ദേഹത്തിന് കിട്ടിയ ജോലി സൈക്കിളിൽ പോയി പോസ്റ്ററുകൾ ഒട്ടിക്കുക എന്ന് പറയുന്ന ജോലിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ എന്തായാലും സൈക്കിൾ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നോക്കാം. उसकी पत्नी मरिया बड़ी मुश्किल से घर का सामान बेचकर സൈക്കിൾ കെ പൈസ ജുട്ടാത്തി ഹെ, അത് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, അദ്ദേഹത്തിന് സൈക്കിളും അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല സ്വന്തമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിയ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം, ആ വേൾഡ് വാറിന് ശേഷം ആ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വിറ്റിട്ട് തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് സൈക്കിൾ മേടിക്കാനായിട്ട് പൈസ കൂട്ടി വെക്കുകയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, അതെല്ലാം വിറ്റിട്ട് ഒരു പുതിയ സൈക്കിൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവർ പൈസ കൂട്ടി വെക്കുകയാണ്. കാം കെ പെഹ്ലെ ഹി ദിൻ അന്റോണിയോ കി സൈക്കിൾ ചോരി ഹോ ജാത്തി ഹെ, അങ്ങനെ അവരൊരു സൈക്കിൾ മേടിക്കുകയും ഈ സൈക്കിളുമായി അന്റോണിയോ ജോലിക്ക് പോവുകയും ചെയ്തു. ജോലിയുടെ ആദ്യ ദിവസം തന്നെ സൈക്കിള് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം സൈക്കിള് മോഷ്ടിച്ചുകൊണ്ട് പോയി, നിങ്ങൾക്ക് ചോദിക്കാൻ വേണമെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാമായിരുന്നല്ലോ എന്ന്. ആ സമയത്ത് ലോക്കൊന്നുമില്ല, 1948 ആ സമയമാണ്. അപ്പോൾ ആ സമയത്ത് ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാ ആളുകളും വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്, പട്ടിണിയിലാണ് കഴിയുന്നത്, ലോക്കൊന്നും തന്നെ ഇല്ല. അപ്പോൾ സുഖമാണല്ലോ, ലോക്കില്ലാന്നുണ്ടെങ്കിൽ. നിങ്ങൾ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ആരും എടുത്തുകൊണ്ട് പോവില്ല. അതേസമയം ഇവിടെ ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. വഹ് അപ്നെ 10 साल के बेटे ब्रूनो के साथ साइकिल खोजने के लिए ചലത്തെ ഹെ, അതായത് അദ്ദേഹത്തിൻ്റെ 10 വയസ്സുള്ള മകനുണ്ട്, ബ്രൂണോ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ബ്രൂണോയെയും കൂട്ടി ഈ സൈക്കിൾ അന്വേഷിച്ച ആ നഗരം മുഴുവനും ചുറ്റി നടക്കുകയാണ്. പെഹലെ ചോർ ബസാർ, ആദ്യം തന്നെ തീവ്സ് മാർക്കറ്റ്, കള്ളന്മാരുടെ മാർക്കറ്റ്, അവിടെയാണ് പോകുന്നത്. ചോർ മാർക്കറ്റ്, തീവ്സ് മാർക്കറ്റിലാണ് പോകുന്നത്. അവിടെ ചെന്ന് അന്വേഷിച്ചു, അവിടെ ഇല്ല. പിന്നെ ഓർ ബാക്കി ബദ്ന ഇലാക്കോമയും, അതുപോലെ മോഷണ വസ്തുക്കൾ വിൽക്കുന്ന മറ്റ് സ്ഥലങ്ങളിലും നഗരത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലും എല്ലായിടത്തും പോയി അന്വേഷിക്കുകയാണ്. പിത ഓർ പുത്ര ഹതാഷ് ഓർ ഉമീദ് കെ ബീച്ച് ചൂൾത്തെ രഹേ ഹെ, അതായത് മകനും
അച്ഛനും രണ്ടുപേരും വളരെ നിരാശരായി ഇനിയെങ്കിലും ആ സൈക്കിൾ കിട്ടുമെന്ന ചിന്തയിൽ ഇങ്ങനെ നടക്കുകയാണ്. അന്റോണിയോനെ ഷായദ് ദുനിയ കെ ബഹുത് ദുഃഖ് ഝേലെ ഹെ. അന്റോണിയോ ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ബ്രൂണോ കെ ലിയെ ബിഖർത്തെ മാനവത കാ യഹ് പെഹ്ല അനുഭവം ഹെ. പക്ഷെ ബ്രൂണോ അങ്ങനെയല്ല, അവന് വെറും 10 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അവന് ഈ മനുഷ്യത്വം തകരുന്ന ഈ അനുഭവം തന്നെ അവന് ഇത് ആദ്യമായാണ്. സബ് ജഹൽ സെ ഹോക്കർ अंत में അന്തോണിയോ കോ സടക് കെ കിനാരെ ഏക് ലാവാരിസ് സൈക്കിൾ ദിക്തി ഹെ. അതായത് എല്ലായിടത്തും അവർ നോക്കിക്കഴിഞ്ഞു, എല്ലായിടത്തും തൻ്റെ മോഷ്ടിച്ച സൈക്കിൾ അവർ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അവസാനം അവർക്ക് റോഡിൻ്റെ സൈഡിൽ നിന്നും ആരും ഇല്ലാത്ത ഒരു സൈക്കിൾ, ഒരു അനാഥമായ സൈക്കിൾ അവിടെ കിടക്കുന്നത് അവർ കാണുകയാണ്. ഉസേ പത്താ ഹെ കി ചോരി ബുരി ചീസ് ഹെ. അദ്ദേഹത്തിനറിയാം മോഷണം എന്നുള്ളത് ഒരു വളരെ മോശകരമായ കാര്യമാണെന്ന് അദ്ദേഹത്തിനറിയാം. लेकिन उसकी ईमानदारी उसकी भूख से टकरा रही है. പക്ഷേ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അദ്ദേഹത്തിൻ്റെ വിശപ്പുമായി ഏറ്റുമുട്ടുകയാണ്. കാരണം ഭാര്യ പണം കൂട്ടി വെച്ച് തനിക്ക് ആദ്യം ഒരു സൈക്കിൾ മേടിച്ചു തന്നതാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ശരിയാകാനുള്ളതായിരുന്നു. ഈ ഒരു സൈക്കിൾ കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് തന്നെ മാറുമായിരുന്നു. പക്ഷേ ആ സൈക്കിൾ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇതാ തനിക്ക് ഈ റോഡിൻ്റെ സൈഡിൽ അനാഥമായ ഒരു സൈക്കിൾ കിടക്കുന്നു. അപ്പോൾ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു മനസ്സിൽ സത്യസന്ധതയും വിശപ്പും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ നടക്കുകയാണ്. അന്റോണിയോ ഉസ് സൈക്കിൾ കോ ചുരാനേക്ക് കോശിഷ് കർത്താ ഹെ. അന്റോണിയോ ആ സൈക്കിൾ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ലേക്കിൻ പക്കഡ് ജാത്താ ഹെ. പക്ഷേ പിടിക്കപ്പെടുകയാണ്. സൈക്കിൾ കാ മാലിക് അന്റോണിയോ की हालत देखकर उसे जाने देता है. പക്ഷേ ആ സൈക്കിളിൻ്റെ ഉടമസ്ഥൻ അന്റോണിയോയുടെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുകയാണ്. अंतिम दृश्य में അന്റോണിയോ ഓർ ബ്രൂണോ ഭീഡ് കെ സാത്ത് ചൽ രഹേ ഹെ. അവസാനത്തെ ആ സീനിൽ നമുക്ക് അന്റോണിയോയും ബ്രൂണോയും രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകുന്നതായിട്ട് കാണാം. ടൂട്ടെ ഹുയെ ഷർമിന്ദ, വളരെ ഹൃദയം തകർന്ന നിലയിൽ, അതേപോലെ ഒരുപാട് അവർ നാണക്കേട് കൊണ്ട് തല കുനിച്ചാണ് അവർ നടന്നു പോകുന്നത്. സൈക്കിൾ നെഹി ഹെ, അതേപോലെ സൈക്കിൾ ഇല്ല കയ്യിൽ. ലേക്കിൻ ദുനിയാമേം അബി ബി കരുണ ഹെ. പക്ഷേ ഈ ഭൂമിയിൽ ഇപ്പോഴും കരുണ ബാക്കിയുണ്ട്. ഉമ്മീദ് ഹെ, പ്രതീക്ഷയുണ്ട്. ഏക് और मुश्किल दिन है जिसका सामना करने നിക്കലി ഏക് ബീഡ് ഹെ. അതേപോലെ മറ്റൊരു വളരെ വിഷമകരമായ ഒരു ദിവസത്തെ നേരിടാനും ഇറങ്ങിത്തിരിച്ച ഒരു വലിയ ജനക്കൂട്ടം തന്നെ ആ റോഡിൽ നമുക്ക് കാണാം. एक सरल सी कहानी हमें कहाँ कहाँ ले जाती है. ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയാണല്ലേ ഇപ്പം നമ്മൾ കേട്ടത്. അപ്പോൾ അത് നമ്മൾ എവിടെയൊക്കെയാണ് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്. സഹി ഓർ ഗലത് കി പരിഭാഷ, അതായത് ശരിയും തെറ്റും എന്ത് എന്നുള്ളതിൻ്റെ നിർവചനം. അതായത് സ്വന്തം മകൻ്റെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അത് തീർച്ചയായും തെറ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതിഹാസ് കാ പാഠം, അതേപോലെ ചരിത്രത്തിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു പാഠം. യുദ്ധ കാ അസ്ലി ചെഹറ, യുദ്ധത്തിൻ്റെ ശരിയായ മുഖം. ജോ ബാരൂദ് കാ ധുവോ ഛാട്നെ കെ ബാദ് ദിക്തേ ഹെ. അതായത് യുദ്ധത്തിൻ്റെ ശരിയായ മുഖം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് വെടിമരുന്നിൻ്റെ ആ പുക, അതിൻ്റെ അതിനെല്ലാം ശേഷം ഉള്ള ആ യുദ്ധത്തിൻ്റെ ശരിയായ മുഖമാണ് ഇവിടെ കാണിക്കുന്നത്. ഓർ ഏക് പരിവാർ കാ മഹത്വം, അതേപോലെ ഒരു കുടുംബത്തിൻ്റെ മഹത്വം തൻ്റെ ഭർത്താവിന് വേണ്ടി തൻ്റെ ഭാര്യ വീട്ടിലുള്ളതെല്ലാം വിറ്റ് പൈസ കൂട്ടിവെച്ച് തൻ്റെ ഭർത്താവിനായൊരു സൈക്കിൾ മേടിക്കാൻ, കുടുംബം നോക്കാൻ വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടുന്നതും മറ്റും നമുക്കിവിടെ കാണാൻ പറ്റും. ഫിൽമേ
जितने हंसने या मन बहलाने के लिए होते हैं उतने ही दिल തോടനെ और रुलाने के लिए भी. അതായത് ഫിലിംസ്, സിനിമകൾ എത്രത്തോളം ചിരിപ്പിക്കാനും ആസ്വദിക്കാനും രസിക്കാനുമുള്ളതാണ്, അതുപോലെ തന്നെ ഹൃദയം തകർക്കാനും കരയിക്കാനും കൂടിയുള്ളതാണ്. ഫിൽമേം കഹാനി കെ ജരിയെ വഹ് കർത്തി ഹെ ജോ ഹമേം എഹ്സാസ് ദിലാത്തി ഹെ. അതായത് സിനിമ എന്നതുകൊണ്ട് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ അത് മനസ്സിലാക്കി തരുന്ന പല കാര്യങ്ങളുണ്ട്. कि हम कितने कमज़ोर है, ताकतवर है, संवेदनशील है, फूहड़ है, बदतमीज़ है. അതായത് ഇത്രയും കാര്യങ്ങളാണ് ഒരു സിനിമ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അതായത് നമ്മൾ എത്രത്തോളം ദുർബലരാണ്, അതേപോലെ എത്രത്തോളം ശക്തരാണ്, എത്രത്തോളം സെൻസിറ്റീവാണ്. ഫൂഹഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വൾഗറായിട്ടുള്ള ചിന്താഗതിക്കാരാണ്, അതേപോലെ ബത്തമീസ് മര്യാദയില്ലാത്തവരാണ്, അല്ലെങ്കിൽ റൂഡായിട്ടുള്ള പരിശരായിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെയാണ് സിനിമ നമ്മളെ കാണിച്ചു തരുന്നത്. ലേക്കിൻ സബ്സെ ജറൂരി ബാത് ഹം അക്കേലെ നഹി ഹെ. ഏറ്റവും വലിയ കാര്യം ഇവിടെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. दुनिया भर में दूर दूर के देश में ऐसे देशों में जहाँ लोग भाषा भी हमारी नहीं बोलते, ऐसे लोग हैं जो हमारी जैसे खुशियों से खुश हो रहे हैं, हमारे जैसे दुखों से टूट रहे हैं. അതായത് ഈ ലോകത്തിലെ മുഴുവൻ എടുക്കുകയാണെങ്കിൽ വളരെ ദൂരമുള്ള ദേശങ്ങളും ആ ദേശങ്ങളിലെ ആളുകളുടെ ഭാഷ പോലും ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഹമാരി നെഹിം ബോൾത്തി, പക്ഷേ നമ്മൾ പറയുന്ന ഭാഷയല്ലായിരിക്കാം അവർ പറയുന്നത്. ഏസേ ലോഗ് ഹേ ജോ ഹമാരി ജേസി ഖുഷിയാം സെ ഖുഷ് ഹോ രഹി ഹെ. അവിടെയും ആളുകളുണ്ട്, ആ ആളുകൾ നമ്മുടെ പോലത്തെ പോലെയുള്ള സന്തോഷങ്ങളിൽ അവരും സന്തോഷിക്കുന്നു, നമ്മളുടെ അതേപോലുള്ള ദുഃഖങ്ങളിൽ അവരും ദുഃഖിക്കുന്നു. അപ്പോൾ ഇപ്പം ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കൊറിയൻ ഫിലിമൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലേ. അപ്പോൾ കൊറിയൻ ഫിലിംസ് കാണുമ്പോൾ നിങ്ങൾക്കത് ഭാഷ പോലും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാകുകയും നിങ്ങളതിൽ കണ്ട് സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതാണ് ഫിലിമിന് ഭാഷയല്ല പ്രാധാന്യം എന്നിവിടെ പറയുന്നത്. ഫിൽമോമേ हमें बांधती है, एक अदृश्य चांदी की डोर में और खड़ा कर देती है. അതായത് സിനിമ അല്ലെങ്കിൽ ഫിലിം എന്ന് പറയുന്നത് ഒരു അദൃശ്യമായ ഒരു വെള്ളിച്ചരട് കൊണ്ട് നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. ഈ देती है एक बहुत ऊंची छत पर. അതായത് ഈ ലോകമാകുന്ന വലിയ മേൽക്കൂരയിൽ നമ്മൾ ഒരു അദൃശ്യമായ വെള്ളിയുടെ ചരട് കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. ഹൽക്കെ സെ ചോക്കോൻ സെ ഉട്നെ സീഖ് ജാത്തെ ഹെ. അതായത് ഒരു ചെറിയ കാറ്റ് കൊണ്ട് പോലും പറക്കാൻ കഴിയുന്ന കി ഹം കിസി നെയ് കരാരി പതംഗ് കി തരഹ. ഒരു ചെറിയ കാറ്റ് കൊണ്ട് പോലും പറക്കാൻ കഴിയുന്ന ഒരു പട്ടത്തിനെ പോലെ നമ്മളെയും ഈ ഫിലിംസൊക്കെ കാണുമ്പോൾ നമ്മളുടെയും മനസ്സ് സന്തോഷിക്കപ്പെടുന്നു, അതേപോലെ ദുഃഖിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെയാണ് നാമും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്കായിട്ട് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന ഈ ലേഖനം എഴുതിയ വരുൺ ഗ്രോവറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വരുൺ ഗ്രോവർ का जन्म 26 जनवरी 1980 को हिमाचल प्रदेश की सुंदर नगर में हुआ. അദ്ദേഹം ജനിച്ചത് 26 ജനുവരി 1980 ഹിമാചൽ പ്രദേശിൽ എന്ന് പറയുന്ന ഒരു സുന്ദർ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ലേഖക്, ഫിലിം ഗീത്കാർ ഓർ ഫിലിം നിർമ്മാത ഹെ. അദ്ദേഹം ഗാനരചയിതാവ്, ഗായകൻ, എഡിറ്റർ, നിർമ്മാതാവ് എന്നീ തലങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. आपको सर्वश्रेष्ठ फिल्म गीतकार पुरस्कार 2015, संवेदन योजना के लिए फिल्म फेयर पुरस्कार 2022, IIFA की सर्वश्रेष्ठ फिल्म गीतकार पुरस्कार 2016 ആദി കൈ പുരസ്കാർ പ്രാപ്ത ഹുയി ഹെ. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകളാണ് ഇനി പറയുന്നത്.
മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള അവാർഡ് 2015 സംവേദ യോജനയ്ക്കുള്ള ഫിലിം ഫെയർ അവാർഡ് 2022 IIFAയുടെ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള അവാർഡ് 2016 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പേപ്പർ ചോർ, ബിക്സു, കരേജ്വ ആദി ആപ്കി പ്രകാശിത് രചനായം ഹെ. അതേപോലെ തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറച്ച് കൃതികളുടെ പേരാണ് പേപ്പർ ചോർ, ബിക്സു, കരേജ്വ എന്നിവ എല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുൺ ഗ്രോവറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ഒന്ന് കമൻസ് ഒക്കെ അയക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇങ്ങനെ പിക്ചോറിയലായിട്ട് കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.